നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പി ആയാലോ. ഇതേ പണികളൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചപ്പോൾ കവറിൽ 8ൻ്റെ പണിയായിട്ട് വരുന്നു എൻ്റെ കെട്ടിയോണ്ടാ. അപ്പോൾ നോക്കിയപ്പോൾ എന്താ നല്ല അടിപൊളി ചെമ്മീൻ. അയ്യോ നേരെ ഫ്രിഡ്ജിൽ വെക്കാമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നല്ല ഫ്രഷ് സാധനമാണ്, ഇത് റോസ്റ്റ് അടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, വേഗം ഇരുന്ന് ക്ലീൻ ആക്കിയിട്ടോ. നല്ല ചെമ്മീനായിരുന്നു കേട്ടോ, ഇടത്തരം ഒരു ചെമ്മീൻ. അതിലേക്ക് ഒരു മീഡിയം സവാള കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ സവാളയൊക്കെ വാട്ടി, സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അറിയാമല്ലോ, സവാളയ്ക്ക് ഉപ്പിട്ടു. അധികം മസാലകളൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള മസാലയാണ്. നമ്മൾ മുളകും മഞ്ഞളും മല്ലിപ്പൊടി പോലും ഇല്ല, അതുപോലെ ഇഞ്ചിയില്ല, വെറും വെളുത്തുള്ളി മാത്രം. പിന്നെ തക്കാളി ഞാനൊരു 2 ചേർക്കാം കേട്ടോ. അത് നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ 2-3 സ്പൂണാണ് ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഒഴിക്കുക, അത്രേ വേണ്ടുള്ളൂ. അത് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ സവോള നന്നായി അങ്ങോട്ട് വാടി വരണം കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ വെളുത്തുള്ളി, ഞാൻ എപ്പോഴും വെളുത്തുള്ളി തോലെടുക്കുന്നത് തന്നെയാണ് കേട്ടോ ചതച്ച് ചേർക്കാറ്. ഉള്ളിയുടെ തോല് അങ്ങനെ കളയാറില്ല. ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന ഒരു സ്മെല്ല് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളതിലേക്ക് 2 തക്കാളി അരിഞ്ഞതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ തക്കാളി എപ്പോഴും നന്നായി വെന്തതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ഇട്ട് മൂപ്പിക്കുക കേട്ടോ. തക്കാളി വേവാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പച്ചച്ചോയ എപ്പോഴും ഉണ്ടാവും കേട്ടോ അതിൻ്റെ. നന്നായി തക്കാളി വെന്ത് തുടങ്ങിയതിന് ശേഷം നമ്മൾ ചേർക്കാം. പിന്നെ നമ്മുടെ നോർമൽ മസാല, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും മതി. നമ്മൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി, നമ്മൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. കുറച്ച് എരിവ് വേണമെന്നുള്ളൊരു കുരുമുളക് പൊടി കുറച്ച് ചേർത്തോളൂ കേട്ടോ. മുളക് പൊടി അല്ലാണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല, വെറും നമ്മുടെ മഞ്ഞളും മുളകും മാത്രം കേട്ടോ. പച്ചമുളക് പോലും ഞാൻ ഇട്ടിട്ടില്ല. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം കേട്ടോ. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ നമ്മൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചെമ്മീൻ ഇട്ടു നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്യുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു വെള്ളം ചേർക്കണ്ട. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ കിടന്നിട്ട് അതിങ്ങനെ വെന്ത് വന്നിട്ട് ഉള്ള ഒരു ഫ്ലേവർ ഒക്കെ അതിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ, പിന്നെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല അടിപൊളിയാണ്. കാരണം നമ്മൾ ഓവറായിട്ട് മസാല ഒന്നുമില്ല. അപ്പം നമുക്ക് ആ ചെമ്മീൻ്റെ ഫ്ലേവർ എല്ലാത്തിലും ഇങ്ങനെ പിടിച്ച് നല്ല ഒരു എന്താ പറയുക കറിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് മസാലാസ് ഇടുമ്പോഴേ എപ്പോഴും അതിൻ്റെ ഫ്ലേവർ നമുക്ക് അറിയാണ്ട് പോകും. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ, മസാലാസ് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട്. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, അടിപൊളിയാണ്. ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം സെറ്റ്. ഇനി വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക വെളിച്ചെണ്ണ അതിന് മുകളിൽ കൂടെ ഒരു അലങ്കാരത്തിന് ഒഴിക്കാതെങ്കിൽ വയ്ക്കാം. ഇനി നമ്മളതിൽ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് വെളുത്തുള്ളി അത് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ സാധനം സെറ്റാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും. ഒരുപാട് ടൈപ്പിൽ നമുക്ക് ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോഴും വ്യത്യസ്ത രീതിയിലാവും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.